ഹലോ, മൈ നെയിം ഇസ് സിറാജുദ്ദീൻ. ഞാൻ മുട്ടം ടെക്നിക്കൽ HSSൽ പഠിക്കുന്നു. ഞങ്ങൾ SIM അഥവാ VVB അതിനു വേണ്ടി ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഐഡിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ VR ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഒന്നും കണ്ട് ഒന്നും തിയറിറ്റിക്കലി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം നമ്മളെല്ലാം കണ്ടു പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം നമുക്ക് ഉദാഹരണം ഒരു 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി എടുക്കുക. 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് സോഷ്യൽ, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ഒരുപാടുണ്ടാവും. ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറെ ഉണ്ടാവും. ആ കുട്ടിക്ക് പല ചരിത്രങ്ങളായാലും എല്ലാം പഠിക്കാൻ. അതേസമയം അതെല്ലാം കണ്ട് നമ്മളൊരു VR ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ കണ്ട് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഒറ്റ തവണ കണ്ട സിനിമയുടെ കഥകളെല്ലാം നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് പെട്ടെന്ന്. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ മെമ്മറി അത് സ്റ്റോറാണ്. നമ്മൾ എല്ലാം കണ്ട് അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് പല ബിസിനസ് ഐഡിയ ആയിട്ട് ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി ഒരു ഫൗണ്ടേഷൻ പോലെ നമ്മൾ ഈ സൈഡിലൊക്കെ പോലെ ചെറിയൊരു സ്ഥാപനം നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അകത്ത് തന്നെ ഇപ്പം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ശരിയാണ്. പക്ഷെ എക്സ്പെൻസീവ് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ VR ലാബ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് സ്കൂളിലെ പാഠങ്ങൾക്കനുസരിച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ അവരെ വളരെ യൂസ്ഫുൾ ആയുള്ള അവർ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമുക്കിപ്പം ഞാൻ പറഞ്ഞ ഒരു ബിൽഡിംഗ് ഒരു സൈലം പോലെ ഒരു അക്കാഡമി പോലെ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും പഠിക്കാൻ സാധിക്കും. സ്കൂളിൽ ഇതുപോലത്തെ ലാബുകളൊന്നും ഇല്ല എങ്കിലും ഇത് നമ്മൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്കൂളിലും നിർബന്ധമാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യമേ ഇല്ല. നമുക്കിത് എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബ് പോലെ VR ലാബ് നമുക്ക് പഠിക്കാൻ യൂസ്ഫുൾ ആവും. ഇത് നമുക്ക് എല്ലാ വിഷയത്തിനും എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്സ് അതിന് അത്രയ്ക്ക് യൂസ്ഫുൾ ആവില്ല. ബാക്കിയുള്ള എല്ലാ വിഷയത്തിനും നമുക്കത് യൂസ്ഫുൾ ആവും. ഫോർ എക്സാമ്പിൾ നമ്മൾ കോളേജിലേക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ വർക്കുകൾ, എന്തെങ്കിലും സർക്യൂട്ട് മേക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കറക്റ്റ് VRലൂടെ നമുക്ക് നമ്മൾ ഫോണിൽ ചെയ്യൂല. അതുപോലെ അതിനേക്കാളും കുറച്ചും കൂടി എക്സ്പേർട്ട് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ VR ബേസ് ചെയ്തിട്ട് നമുക്കത് കണക്ഷനൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് ഒന്നും പറ്റില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമ്മൾ മാനുവലി നമ്മളിങ്ങനെ നേരിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ അത് അഫക്റ്റ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഒരു സ്പാർക്ക് പോലെ പൊട്ടിത്തെറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു ഞാൻ. പക്ഷെ ഈ VR വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് സേഫ്റ്റിയെ ബാധിക്കും. പിന്നെ ഇതിലൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ഒത്തിരി നേരം നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്യുമ്പോൾ ഒരു 30 to 1 hour മാക്സിമം, അതിൽ കൂടുതൽ നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഐഡിയ ഇവിടെ പ്രസന്റ് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ ടീമിലുള്ളത് R. ശ്രീഹരി. താങ്ക് യു.